ഒട്ടുമിക്ക രാജ്യങ്ങളിലും തെരുവുകളിൽ ഭക്ഷണം തേടി അലയുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ കാണാം. ചിലപ്പോഴത് പശുവാവാം, നായാവാം, കുതിരയാകാം. ലിസ്റ്റ് ഇങ്ങനെ നീളും. പല രാജ്യങ്ങളും ജനങ്ങളുടെ സുരക്ഷയും മൃഗങ്ങളുടെ ക്ഷേമവും സംരക്ഷിക്കാൻ പെടാറാണ് പതിവ്. വന്ധ്യംകരണം കൃത്യമായി നടത്താൻ കഴിയാത്തതും മൃഗസംരക്ഷണ വകുപ്പിന്റെ മുന്നിലുള്ള പലതരം വെല്ലുവിളികളുമാണ് അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ പ്രധാന കാരണം. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നെതർലൻഡ്സ്. ഇവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന ഒരു നായയെ പോലും കാണാൻ കഴിയില്ല. മനുഷ്യർക്കൊപ്പം മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന രാഷ്ട്രമാണ് നെതർലൻഡ്സ്. വർഷങ്ങളെടുത്തുള്ള കൃത്യവും വ്യക്തവുമായ പദ്ധതിയിലൂടെയാണ് നെതർലൻഡ്സ് ഈ നേട്ടം കൈവരിച്ചത്. കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി ആയപ്പോൾ പദ്ധതി ലക്ഷ്യം കണ്ടു. ഇവരുടെ നേട്ടം മാതൃകയാണ്. ഇവർ സ്വീകരിച്ച മാർഗങ്ങളും അത് നടപ്പിലാക്കിയ രീതികളും എല്ലാം ഇന്നും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും മറ്റാരും മാതൃകയാക്കാൻ ശ്രമിക്കുന്നില്ല. ശക്തമായ മൃഗസംരക്ഷണ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് നെതർലൻഡ്സ് ആദ്യം ചെയ്തത്. 1990കളിൽ നടപ്പാക്കിയ പദ്ധതി വിജയകരമായി തുടങ്ങിയത് 2019ലാണ്. വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കുക, ഉപേക്ഷിക്കുക ഇതെല്ലാം വമ്പൻ പിഴകൾ ഈടാക്കുന്ന, ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. സർക്കാരിന്റെ സഹായത്തോടെ സൗജന്യമായി ഇവരുടെ വന്ധ്യംകരണം നടത്താമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതോടെ ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നത് കുറഞ്ഞു. വളർത്തു മൃഗങ്ങളെ വാങ്ങുന്ന രീതി മാറ്റി ദത്തെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. അതിനായി ദേശീയ തലത്തിലാണ് ക്യാമ്പയിനുകൾ. പ്രാദേശിക കമ്മ്യൂണിറ്റികളായി ചേർന്ന് തെരുവിലാക്കപ്പെടുന്ന നായകൾക്കടക്കം അവർ ഷെൽട്ടറുകൾ സ്ഥാപിച്ചു. പൊതുജനത്തിന്റെ സഹകരണത്തിലൂടെ മികച്ച മൃഗക്ഷേമ നിയമങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്താണ് നെതർലാൻഡ്സ് മുന്നോട്ട് പോകുന്നത്. ഇതോടെ തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്ന ഇടമല്ലാതായി മാറി നെതർലാൻഡിന്റെ തെരുവുകൾ. വളർത്തു നായ്ക്കളുടെ ഉടമസ്ഥർ ഇത് കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. നിരന്തരം പരിശോധനകളും വാക്സിനേഷനുകളും ഉറപ്പാക്കിയിരിക്കണം. സ്കൂളുകളിലും ക്യാമ്പസുകളിലും നൽകുന്ന ബോധവൽക്കരണമാണ് മറ്റൊന്ന്. കുട്ടികളെയും കുടുംബങ്ങളെയും മൃഗങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്നത് പരിശീലിപ്പിക്കും. ഉത്തരവാദിത്വവും കാരുണ്യവും എന്താണെന്ന് അറിയുന്ന സംസ്കാരത്തിലാണ് പുതുതലമുറ വളർന്നു വരുന്നത്. കാര്യങ്ങളിൽ കൃത്യമായ അറിവില്ലാത്തതും മതിയായ നിയമങ്ങളില്ലാത്തതും വന്ധ്യംകരണം കൃത്യമായി നടക്കാത്തതുമൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും കാരണം.